will open on the left. Please mind the gap while boarding. ഇന്ന് ഞാൻ പോകുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിലേക്കാണ്. BAEC ഇന്ത്യ 2025 എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ നടക്കാറുണ്ട്. അത് കാണാൻ പോകാം. ഒരു കാഴ്ചകളെല്ലാം മെട്രോയിലാണ് പോകുന്നത്. മെട്രോയിൽ നിന്നുള്ള വ്യൂ ആണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് എക്സിബിഷനിലുള്ള പാർക്കിംഗ്. മാധവാര സ്റ്റേഷനെത്തി ഇറങ്ങി. നല്ല തിരക്കായത് കാരണം ഞാൻ പതുക്കെ നടന്ന് ഇറങ്ങിയാണ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് എക്സിബിഷൻ സെൻറ്ററിലേക്ക് പോയത്. തലേ ദിവസമൊക്കെ നല്ല മഴ പെയ്തിരുന്ന കാരണം ഗ്രൗണ്ടൊക്കെ നല്ല ചെളിയായിട്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ. എക്സിബിഷൻ സെൻറ്ററിലേക്ക് പോകാനുള്ള ഹെലിപാഡും അവിടെ നമുക്ക് കാണാം പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നിട്ട്. എക്സിബിറ്റേഴ്സാണ് തോന്നുന്നു. സാധനങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്നു. എക്സിബിഷൻ സെൻറ്ററിൻ്റെ സൈഡിലോട്ടുള്ള എക്സിറ്റ് വഴി നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്നത് അങ്ങോട്ട് നടന്നാൽ മതി. ഷട്ടിൽ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സിബിഷൻ സെൻറ്ററിലേക്ക് ഷട്ടിൽ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. എക്സിബിഷന് പോകാനായിട്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞാനും നടന്നു പോകാമെന്ന് വിചാരിക്കണം. ഇവിടെ ക്യൂ ഉണ്ട്. എന്തിനാണെന്നറിയില്ല. വിസിറ്റേഴ്സിനാണെന്ന് അറിയില്ല. നോക്കട്ടെ. ഇലക്ട്രോണിക് വണ്ടികൾ ഇതാ ഇവിടുന്ന് ഷട്ടിലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ ക്യൂ നിൽക്കുന്നത്. ഞാനെന്തായാലും നടന്നു പോവാം. ഇത് ഷട്ടിൽ പോയിന്റ് 6 ആയിരുന്നു. മാധവര മെട്രോയ്ക്ക് അടുത്ത് ഒരു വെൽക്കം ഗേറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ പുറകിൽ കാണാം വണ്ടി പോണത്. ഇലക്ട്രിക്കൽ വണ്ടി. മാപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം 10 മിനിറ്റ് എടുക്കുമെന്ന് കാണിച്ചേ നടന്നു പോകാനായിട്ട്. സൗത്ത് ഏഷ്യയുടെ ഏറ്റവും ലാർജസ്റ്റ് ട്രേഡ് ഫെയർ ആണിത്. രജിസ്ട്രേഷൻ കൗണ്ടർ. ഇവിടെ നമുക്ക് ഫിസിക്കൽ ബാഡ്ജ് കിട്ടും, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ ബാഡ്ജും കൊണ്ട് അകത്ത് പോവാം എക്സ്പോ കാണാനായിട്ട്. പിന്നെ എനിക്കെൻ്റെ ഫിസിക്കൽ ബാഡ്ജ് കിട്ടി. ഇലക്ട്രോണിക് ബാഡ്ജ് കാണിച്ചപ്പോൾ ഇവിടെ 2 ഡ്രൈവർലെസ് കാർ ഇവിടെ കിടപ്പുണ്ട്. അത് കാണാനായിട്ട് ആൾക്കാരൊക്കെ പോകുന്നു. ഇത് ഹോണ്ടയുടെ എലിവേറ്റ് കാറാണ് ഇവരെടുത്ത് പ്രോട്ടോടൈപ്പിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഡെമോൺസ്ട്രേഷന് വേണ്ടി കസ്റ്റ് ഗ്ലോബലിൻ്റെ അതീതൻ സിജിനും ഉണ്ടായിരുന്നു. അവർക്ക് വണ്ടിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. ഹായ്, ഞാൻ സിവിൽ ഫിലിക്സ്. ഞാൻ കസ്റ്റ് ഗ്ലോബൽ ടെക്നിക്കൽ ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ഓട്ടോണമസ് കാർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതിൻ്റെ സ്റ്റിയറിംഗ്, ആക്സലറേഷൻ, ബ്രേക്ക് ഇവയെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള മോട്ടോർ കൺട്രോൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് ബൈ വയർ സിസ്റ്റംസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സറൗണ്ടിങ് എല്ലാം സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റഡാറുണ്ട്. ഇതുപോലെ 5 റഡാർ വെഹിക്കിളിന് പല ഭാഗങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറ 8 അതിൽ കൂടുതലോ ക്യാമറ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന റെനസസിന്റെ V4H ആർക്കാർ V4H എന്നുള്ള ചിപ്പാണ്. അപ്പോൾ അത് ക്യാമറ ഡാറ്റ ഈ ചിപ്പിൽ പ്രോസസ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഒബ്ജക്ട് ഡിറ്റക്ഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റഡാർ ഡാറ്റ ഫ്യൂസ് ചെയ്ത് ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് വിത്തിൻ്റെ റെഡ് റീജിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്രേക്ക് അപ്ലൈ ചെയ്യാനുള്ള കമാൻഡ്സ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു യൂസ് കേസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റോപ്പ് ആൻഡ് ഗോ ഫീച്ചറാണ്. അതല്ലെങ്കിൽ എമർജൻസി ബ്രേക്ക് അസിസ്റ്റ് ഫീച്ചറാണ്. അതായത് എപ്പോഴാണോ ഒരു ഒബ്ജക്റ്റ് വെഹിക്കിളിന്റെ മുന്നേ ഒരു 7 മീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന അന്നേരം വെഹിക്കിൾ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഒബ്ജക്റ്റ് ആ റീജിയനിൽ നിന്ന് മാറുന്ന സമയം വെഹിക്കിൾ മുന്നോട്ട് പോകാൻ തുടങ്ങും. മൊത്തം 8 ക്യാമറ ഉണ്ട്. ഒരെണ്ണം മിററിന്റെ താഴെയുണ്ട്. ബാക്കിയെല്ലാം ഇപ്പൊ പുറത്തായിട്ടാണ്. ഇത് ഡെമോ വെഹിക്കിളായ കാരണം അത് പുറത്തേക്കാണ്, ഔട്ട്സൈഡാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതാ മുകളിൽ കാണുന്ന എന്താ, അത് GPS ആണ്. GPS റിസീവറാണ്. അതെന്തിനാ നമുക്ക് ഇതിന് വണ്ടിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം? ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാവും. അവിടെ നിന്ന് നമുക്ക് ആ മാപ്പ് ഇൻഫർമേഷൻ ലൈവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നാവിഗേഷൻ ഈസിയാണ്. ഓക്കെ.
അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അവർ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞു തരും. ഇവിടെ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ? അവിടെ ഒരു ആക്ച്വേറ്റർ, നമുക്ക് ഗിയർ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ആക്ച്വേറ്റർ ലിവേഴ്സ് ആണ്. പക്ഷെ ഇപ്പോൾ അത് കണക്ട് ചെയ്തിട്ടില്ല, എനേബിൾഡ് അല്ല. അതൊക്കെ നമുക്ക് ഇൻ ഫ്യൂച്ചർ അതുപോലെ തന്നെ ആക്സിലറേറ്റേഴ്സും ബ്രേക്കും ആക്ച്വേറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വേറ്റേഴ്സ് ഒക്കെ ഇവിടെ ആക്സിലേറ്റർ ബ്രേക്ക് എല്ലാം എന്ന് പറയുന്നത് ഓട്ടോ ഇത് മെക്കാനിക്കലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സിജിനാണ് നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. പുള്ളി ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി ചെയ്യാന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മളൊരു ചെറിയ ടെസ്റ്റ് ഡ്രൈവിന് പോവാണ്. ഇവിടെ സ്ക്രീനിൽ സിസ്റ്റം ഇൻഫർമേഷനുകളൊക്കെ വരുന്നുണ്ട്. അത് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു സേഫ്റ്റി ഡിസ്ക്ലെയിമർ ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. So prior to doing the demo, just feel this accident waiver form switch that I turn on to enable the autonomous driving mode. Whenever this switch is turned on, then only the control signals go to the motors and all connected to this. Okay. See, now I am doing a use case to move in a straight path, and it will apply a brake when the object is in front of this. And for that, vehicle required to move in a straight direction, right? So, see, my steering is little bit tilted. So, vehicle will, one time, vehicle will apply a calibration algorithm to calibrate the steering to move in a straight line. Okay. And see, it will automatically steer and adjust. സോ നോബഡി ഈസ് ടച്ചിങ് ദ സ്റ്റിയറിംഗ്. Yes. ആരും തൊടുന്നില്ല സ്റ്റിയറിംഗ് തന്നെ അത് സ്ട്രെയിറ്റ് ആക്കി. So, then I am going to start my radar module to sense the distance. Okay. You can see the radar is running. റഡാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3D points. For example, this is the right one is that rails fencing. Okay. And it is moving. Whenever the object is moving, the point corresponding to him is moving away and towards the vehicle. Then I will turn on the camera. And I will do a command for the detection. So this is the person detection is happening now. So I will send the command for this the radar and camera data. So here we define a red region in front of the vehicle. If the object is within this red region, the vehicle will apply the brake. If no, vehicle will start move. Okay. Then I am enabling the command for applying starting the autonomous driving mode. See, as the object is in front of the vehicle within the threshold distance, the vehicle applied a brake now. You may slow the noise or sound. അപ്പൊ ആ മുന്നിൽ നിൽക്കുന്ന ആള് മാറിക്കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ Movie. It will start move. Okay, once the Yes, object it is out of the what area you call that detection area? Yeah, our region of interest, our safe, non-safe region. Non-safe region. Once the object is in the non-safe region, Yeah, non-safe. how can we say? Vehicle will do the ആദ്യത്താണ് നേരെ മുന്നിൽ നിൽക്കുന്നത്. For screen, you can see he is in the red region. Yes. So I am in my far here. So
So he is moving away from the red region. So we will start moving. So in the red region, Sudden brake. yeah, it's a sudden Suddenly brake, not brake, a linear braking. It's a Yes. either 0 or 1. മുന്നിൽ നിൽക്കുന്ന ആള് മാറുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക്, വീണ്ടും ആള് Yes, now he can. പുറകോട്ട് Now പോകുന്നു, he has cleared the way. മൂവ് ചെയ്തു. Yeah, now the vehicle is moving. Yes. Sudden brake. Yes, he has come. Sudden braking, correct. It's the use case we are demonstrating now. It's a slow speed use case now Mm-hmm. because it's a prototype, right? Yeah. All your manuals. Okay, thank you. Adi, thanks, Sijin. ഇത് RNSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജപ്പാൻ ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ ചിപ്പ് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് ഈ ഓട്ടോണമസ് കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ് ഗ്ലോബലിന്റെ തിരുവനന്തപുരം ഓഫീസിൽ നിന്നുള്ള സിജിനും ആദ്യത്തുമാണ് നമുക്കിതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ പ്രൊഡക്ടോണിക്ക ഇന്ത്യയുടെ എക്സിബിഷനകത്ത് നമ്മളൊരു ഓട്ടോണമസ് കാറാണ് ഇവിടെ കണ്ടത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ആദിത്തും സിജിനും ക്വസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന്. സിജിനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വിവരിച്ചു തന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ തന്നത്. താങ്ക് യു ആദിത്, Thank you. Thank you. താങ്ക് യു ഫോർ എക്സ്പ്ലെയിനിങ് ദ കാർ. ഓക്കെ, അപ്പോൾ കണ്ടതിൽ സന്തോഷം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. യു ആർ ഫ്രം ബാംഗ്ലൂർ? I'm from Chennai. ചെന്നൈ. ഓക്കെ, താങ്ക് യു സർ. അത് മിസ്റ്റർ പ്രഭു, സിജിനാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സിജിനോട് താങ്ക് യു പറഞ്ഞിട്ട് പോവാം. So object detection. സിജിൻ, താങ്ക് യു വൺസ് അഗെയിൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.